നമസ്കാരം പ്രേക്ഷകരെ ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഇത് പറഞ്ഞ് ഞാൻ തന്നെ ഇന്ന് കൈയടിക്കും. കാരണം പ്രമാണി എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് മൊത്തത്തിലൊന്ന് നോക്കും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കരക്കാരെവിടെ? ഞാൻ ഇവിടെ നോക്കിയപ്പോ ഈ സോഫ സെറ്റില് 2 മൊബൈലുണ്ട്. ഇവിടെ നോക്കുമ്പോ അവിടെ 2 മൊബൈലുണ്ട്, ആളില്ല. ഈ ഫുള്ള് സെറ്റപ്പ് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു സംശയമുണ്ട്. കാരണം ഇവര് രണ്ടുപേരല്ല 4 പേരുമാണ് മുങ്ങിയിരിക്കുന്നത്. 2 കരക്കാരും ഒരേപോലെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ എന്താ ഒരു മിസ്റ്റേക്ക്? അഖിലേ, ഡയാന, നോബിച്ചേട്ടാ, ഒറിജിനൽ കുഞ്ഞമ്മരാനിഗ്രഹം നന്നായി വരും, നന്നായി വരും. നോബി അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുന്നു. ശരിക്കും എന്താ സംഭവം? ഇതെന്താ കുറച്ചു ദിവസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ പ്രേക്ഷകർ ഇവരെന്താണ് വെറുതെ ഇരിക്കുന്നത്, ഇവർക്ക് എന്തൊക്കെ ആയിക്കൂടെ അങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് ഡയാന കണ്ണുകളിലൂടെ എനിക്ക് ഒരു ഇത് സിഗ്നൽ തന്നു. അപ്പൊ തന്നെ ഞാൻ കൂടെ കണ്ണുകളിലൂടെ സിഗ്നൽ തന്നിട്ട് 12:30 മണിയായപ്പോ ഫോൺ വിളിച്ചെന്തിനില്ല. നിങ്ങൾ കണ്ണിലൂടെ സിഗ്നൽ ഇട്ടാ പോരുതാ. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ആരെങ്കിലും താല്പര്യം പറയാൻ കാത്തിരിക്കുക. എന്തിനാ നമ്മൾ പഴയതിനെ കുറിച്ച് ചിന്തിക്കുന്നു? അല്ല, ശ്രീവിദ്യയാണ് ഏറ്റവും ഭാഗ്യവതി. 1 വർഷം 2 ആദ്യരാത്രി. പിന്നെ ശ്രീവിദ്യക്ക് ഈ ഇത്തവണത്തെ ഓണം ഓഫർ ആയിരുന്നു. ഞാൻ 1 വാങ്ങണ 1 ഫ്രീ. അതെ അതെ, ഇത് ഫ്രീയാ. അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ തമാശക്ക് പറയെങ്കിലും ഒരു കര വെച്ച് നോക്കുകയാണെങ്കിൽ വടക്കേ കരക്കാരും തെക്കേ കരക്കാരും തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ച സ്ഥിതിക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കല്യാണം എന്നൊക്കെ നമുക്കത് അറിഞ്ഞാൽ കൊള്ളാം. ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു നടന്നത് നിങ്ങളുടെ? ചടങ്ങ് പറ, കാസർഗോഡത്തെ കല്യാണത്തിന്റെ ചടങ്ങ് പറ. നമ്മൾ ആദ്യം ഇംബ്രാസം വരും. അല്ല, ഇവരല്ലാണ്ട് വേറെ ഒരുത്തരോ? ഇല്ല എടാ, ഞങ്ങളുടെ നാട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇംബ്രാസം. അവിടെ കല്യാണത്തിന് മുമ്പ് സ്വാമി പൂജാരി പുള്ളി വരും. പുള്ളി എന്നിട്ട് മന്ത്രങ്ങളൊക്കെ ശരി, ഇംബ്രാസം വന്നു. ഇംബ്രാസം വന്ന് എല്ലാം ചെയ്തു. എന്നിട്ട് നമ്മള് മാല ഇടാൻ പറഞ്ഞു. ഒരു ബഹളമായിരുന്നു. എന്നിട്ട് നമ്മള് 3 വട്ടം ഇങ്ങനെ കറങ്ങി പിന്നെ അച്ഛന്റെ എല്ലാരും അരി വിരിക്കണമല്ലോ. അരി വിരിക്കാനോ? തുണിയൊക്കെ അല്ലേ നമ്മൾ വിരിക്കുക? അരി വിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ നമ്മള് വയസ്സിന് മൂത്തവര് വന്ന് അരി 1 2 ബ്ലെസ്സിങ്സ്. അങ്ങനെ മോഡേൺ പേരൊന്നുമില്ല, അരി വിരിക്കില്ല. നമ്മളവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ മരിച്ചു കഴിയുമാണ് അരി. അവിടെ കല്യാണത്തിന് അരി. ജീവിതത്തിലെ യൗവനം നശിച്ചിട്ട് അടുത്ത വൈവാഹിക ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണല്ലോ. അതാണ് നമ്മള് അരി വിരിച്ചിട്ട് ബാക്കി പറ. അരി വിരിക്കും. അരി വിരിച്ചപ്പോഴാണ് നമ്മള് കാല് പിടിക്കും. കാല് പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നെറ്റി നിലത്തടിക്കോ? ഇല്ല. ഇതേപോലെ ചില ബന്ധുക്കൾ നമുക്ക് സ്വർണ്ണം ഇട്ടുതരും. അങ്ങോട്ട് കൊടുത്തേക്കെ കിട്ടി, അങ്ങോട്ട് കൊടുത്തേക്കെ ഇങ്ങോട്ട് കിട്ടുന്ന സമയമാണല്ലോ. എന്നിട്ട് നമ്മള് ഓഡിറ്റോറിയത്തിലേക്ക് പോയി. എന്നിട്ട് കഴിയുമ്പോ സദ്യക്ക് പറയല ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് പായസം 2 തരം പായസം. ബോളി കിട്ടിയോ? ബോളി ഇല്ല, നല്ലൊരു ഗോൾ കിട്ടി. ബോളിയല്ല, ബോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് ബോളി ബോളത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടൻ മണ്ടി എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, കിട്ടിയല്ലോ ബോളി. ബോളിയും പിന്നെ ബോളത്തിയും ബോളനും. ബോളത്തിയും ബോളനും മണ്ടനും മണ്ടിയും. ശരി, വടക്കേക്കരക്കാരുടെ കല്യാണം അവിടെ നിൽക്കട്ടെ. തെക്കേക്കരക്കാരുടെ കല്യാണം അതെ, ആദ്യം തന്നെ എല്ലാ ബന്ധുക്കളും ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറ്റിട്ട് മന്ദവട്ടി കൊണ്ട് ഇറക്കി. പൈസ ബാക്കിൽ ഒരു 4 ഫുള്ള് കൊടുത്തു. നമ്മുടെ മണ്ഡപത്തിന് ആദ്യം തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു വാഴ വെച്ചിരിക്കും. സൈഡിൽ നോബിച്ചേട്ടൻ തന്നെ നിന്നു. വാഴ വെച്ചത് എന്റെ കല്യാണം പന്തലിലായിരുന്നു വാഴ. നമുക്ക് എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു വാഴ, മറ്റു വാഴ, പിന്നെ ഒരു ഹൈലൈറ്റ് താലി കെട്ടുന്ന സമയത്ത് ചേട്ടന്റെ കൈ വിറച്ചു. അത് താലി കെട്ടുന്നതിന്റെ അതന്നെയാണ്. പക്ഷെ അന്നും കൈ വിറച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങള് അത് ഞങ്ങൾക്ക് ഒരുപാട് സമയമില്ല. അതായത് പിന്നെ രാഹുകാലത്തിന് മുമ്പ് വീട്ടിൽ കയറണം. ബാലച്ചേട്ടാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രാഹുകാലത്തിന് മുമ്പ് ഇവര് വീട്ടിൽ കേറി. മഴ വരുന്നു. ഗ്ലാസ് ഇല്ലാത്ത കാറാണ്. ഗ്ലാസ് ഇല്ലാത്ത കാറാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ അത്രേ ഉള്ളു. അല്ല ബാലചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ഇവരുടെ ഈ തെക്കേക്കരക്കാരുടെയും വടക്കേക്കരക്കാരുടെയും ഒരു ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാം.
ഞാൻ ചോദിക്കട്ടെ അലീന, ഏത് പാതിരാത്രിയില അടുത്തവന്റെ ഫസ്റ്റ് നൈറ്റ് കാണണം ഉനക്ക് ആഗ്രഹം ഉണ്ട്? എന്നാലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാമല്ലോ. ഒരു ലൈറ്റ് ഒന്ന് മങ്ങാണെങ്കിൽ നമുക്ക് വടക്കേക്കാരുടെ ഞങ്ങൾ ഇരിക്കണത് വരെ ഉള്ളു, പിന്നെ ഗ്രാഫിക്സ് ആണ്. അലീന, ഈ തമിഴിലൊക്കെ ആ ആഡ് വരും. ആട് இந்திய தொலைக்காட்சிகளில் முதல் முறையாக அது மாதிரி அமிர்தா டிவியில் முதல் முறையாக லைவ் ஃபர்ஸ்ட். ഇതിപ്പോ നിങ്ങൾ ഒരുമിച്ചാണോ? എനിക്ക് സെപ്പറേറ്റ് നിങ്ങൾ മാറ്. അത് ഇവര്. ആദ്യം ഞങ്ങൾ ആ, മൂത്തവര് ചെയ്യട്ടെ. ശരി എന്നാ അണ്ണാച്ചി വാ. ഫസ്റ്റ് അവരുടെ നടക്കട്ടെ. ഇപ്പോഴേ മെഡൽ കൊടുക്കുന്നുണ്ട്. ഷോടെ എൻഡ് വരെ പോകണില്ല ശ്രീവിദ്യ. ഇപ്പഴേ മെഡൽ ഞാൻ എടുത്തിട്ട് എന്റെ കഴുത്തിലിടുന്നു. ഉദ്ദേശം ശുദ്ധി അതായിരുന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഞാൻ ഇല്ലായിരുന്നു, എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കരുതിയാണ് എന്തെങ്കിലും എനിക്കൊരു ഫസ്റ്റ് നൈറ്റ് എനിക്ക് വേണം എന്ന് ഞാൻ അന്ന് അപ്പൊ പിന്നെ നിങ്ങൾ കട്ടിലിൽ ഇരിക്കുന്നോ ജനലിൽ തൂങ്ങി നിൽക്കുന്നോ? ഇല്ലേ ആ ആദ്യം മാല ഊരിയിട്ട്. ആ അയ്യോ അയ്യോ ചേട്ടാ മാല ഇല്ല ചേട്ടാ. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വരാം. നമ്മുടെ കസിൻ ആണല്ലോ. മാല ഇടണോ? ഉണ്ട് കാര്യം പറയാം, അവൾക്ക് കൗണ്ടർ ഉണ്ടെന്ന്. ശരി റെഡി. അണ്ണാ ഇതേ ഞങ്ങള് മൂത്തവരാണല്ലോ ഇത് ചെയ്യണത്. ആ. നമ്മള് ഇളയവർക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അവിടെ കട്ടിലിന്റെ അടി ഇരുന്നോ. അയ്യോ ഇനി ഒന്നാണ് ഈ വീട്ടിലെ കാരണവർ നീയാണ്. എവിടെ ഹോളുണ്ടെന്ന് നോക്കണം. ആ ഹോളില് ഈർക്കൽ വെച്ച് കുത്തിയ ഒരു വിളിയേക്കും. അണ്ണാ ഞാൻ എന്റെ ആദ്യ രാത്രി ഞാൻ ഇരിക്കണ തമിഴ്നാട്ടിലെ ബോഡി ഇരിക്കും. കൗണ്ടറിന്റെ നടുവില് പോയടാ, കൗണ്ടറിന്റെ നടുവില് പോയി. റെഡി റെഡി, നമ്മൾ പോവാണ്. എന്റെ പാല് ഓൾ ദി വെരി ബെസ്റ്റ്, ഹാപ്പി മാരീഡ് ലൈഫ്. ആ അതെന്തിനാ അലീന നോക്കി? അടിച്ചു കയറി പോ. ഇച്ചിരി ഫോർവേഡ് ചെയ്ത് കളാ പെട്ടെന്ന്. ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ഇത് ഓറഞ്ച് അല്ല, തൊലിച്ച് കളയരുത്. ഒരു മിനിറ്റ്, അവാർഡ് അവള് കൊണ്ടുപോയി. ഈ കല്യാണ പെണ്ണ് എന്റെ അടുത്ത് പറഞ്ഞു ഹാരം ഊരിയോ, പറഞ്ഞു ഹാരം ഊരരുതേ, ഈ ഹാരത്തിലൊരു കോമഡി ഉണ്ടെന്ന്. ആ കോമഡി ആ ഓറഞ്ച് ആയിരുന്നെന്ന് ഞാനിപ്പോഴാണ്. പറയൂ കല്യാണ പെണ്ണെ ബാക്കി. നെക്സ്റ്റ് വാലുകൂടി പിരിയും. ചേട്ടാ ഇന്ന് വർക്കൊന്നും ഇല്ലേ? ഇല്ല 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 ഇല്ല, വർക്ക് തുടങ്ങാൻ പോണേ ഉള്ളൂ. അവളതല്ലേ ഷോയിന് പോകുന്നില്ലേ എന്നാണ് ഇല്ല ഡയന നീ എന്ത് ഉദ്ദേശിച്ചാ ചോദിച്ചത്? ചേട്ടാ നോക്കുണ്ടല്ലേ, കല്യാണം കഴിഞ്ഞല്ലോ, ഞാൻ തന്നല്ലോ, ഇനി എന്നെ ഇറങ്ങി ജോലിക്ക് വരണം. വെറുതെ ഇരിക്കരുത്, ഇന്ന് വർക്കുണ്ടല്ലേ? ഇല്ല ഷോ ഉണ്ടായിരുന്നു, ഇന്നില്ലെന്ന് ചോദിച്ചായിരുന്നു. ആ ശരി. ഇന്ന് കസിൻസ്. ഹായ് ഹായ്. തുടങ്ങാൻ ഈ പിള്ളേരെ ഇറക്കി ഇവിടെ മാറും. വല്യമ്മയാണ് ഈ നിക്കണത്. അമ്മ അല്ലമ്മ എടാ നീയൊക്കെ എന്തിനാണ് മാറി കൊടുക്കും. ഇവിടെ രണ്ടും തീ പിടിക്ക തീ പിടിക്ക മുത്തം കൊടു ആണ്ട് മെഡിക്കൽ കോളേജിൽ വയ്യാതെ നടക്കണ അച്ഛന് മരുന്നും കൊടുത്ത് തടവി കൊടുക്കുന്നു. ആസ്മ വന്ന അപ്പനെ തടവും പോലെ ഇവിടെ നിന്നിട്ട് ചേട്ടന് നെഞ്ചെടുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞോ നിങ്ങളുടെ ബസ്? ചേട്ടതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ല. ഞാനെന്നാ ഇവിടെ. ഓ അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ് കേട്ടോ. മോഹഭംഗ മനസ്സിലേ. അല്ലല്ലേ അതെ അണ്ണൻ ഇതൊന്നും ഫീൽ ചെയ്യില്ല. ഡെയിലി വീട്ടിലും ഇങ്ങനെ തന്നെ. അതോ തന്റെ ഭാര്യ ഞാൻ പോട്ടെ, ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. കോമളവല്ലി അതെ വേറൊന്നിനുമല്ല, ഒന്ന് എനിക്ക് ഒരു കാര്യം പറയാനാണ്. അതെ അയ്യോ ദേശത്തിന്റെ വക്കാണോ? അതെ ഒരു കാര്യം പറയട്ടെ, അത് എണീറ്റാണ്. ചേട്ടാ ഒന്ന് എന്റെ കൂടെ വരുമോ എവിടെ? വെളിയില്? രാത്രി ഞാൻ ഇരുട്ട് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വെളിയിറങ്ങും.
ഒന്ന് ടോർച്ച് അടിച്ചു തന്നാ മതി. അയ്യോ ഒന്ന് വരുമോ? ഇതാണ് എന്റെ ജീവിതം മനസ്സിലായ ഇമ്പ്രസ്. ഒന്ന് വന്നാ മതി. ഒന്ന് ടോർച്ച് അടിച്ചു തന്നാ മതി. ടോർച്ചാ ഈ കിളവിക്ക് ഉറക്കമല്ലേ അന്ന് രാത്രി? ചൂടുവെള്ളത്തിന് വന്നു മോനെ. വാ നിങ്ങൾ പോയാ മുള്ളിയച്ചൊക്കെ പോയി കിടന്ന് ഇറങ്ങുക. അവര് പോട്ടെ, വാടാ. അടുത്ത റൂം ഞാൻ നിങ്ങൾക്ക് തുറന്നു തരുന്നു. ഈശ്വരാ, ഞാൻ ഇത് തന്നെയാണ് പണി. അഖിൽ, ചിലപ്പോ ഇതായിരിക്കാം നിങ്ങൾക്ക് ബെസ്റ്റ് കര എന്നുള്ള പെർഫോമൻസിന് അവാർഡ് കിട്ടാൻ പോകുന്നതും. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മള് പോവാട്ടോ. കാണാവേ. എക്സ്പീരിയൻസ് കുറവാണ് എനിക്ക്. അവളുടെ ചിരിക്കണ തമാശയൊക്കെ. അങ്ങനെ തന്നെ ചെയ്യാം. നീ ഇനി ഇവിടെ നിക്കരുത് കേട്ടല്ലോ. ഇവിടെ പോയി എന്താണ് പറഞ്ഞു കൊടുക്കണം? അത് കുഴപ്പമില്ല, നീ ഇനി ഇവിടെ നിക്കണ്ട. അവര് കിടക്കട്ടെ, നീ ബാ. പാലുണ്ടോ? മോളെ, ഇവര് സാധാരണ പാൽക്കുപ്പിയിലാണ് പാല് കൊടുക്കണത് വീട്ടില്. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി എനിക്ക് പച്ചപ്പാല. പച്ചപ്പാലാന്ന്. ഞാൻ കുറച്ച് ഫോർവേഡ് ചിന്താഗതിക്കാരനാണ്. എനിക്ക് സംസാരവും പരിപാടിയൊന്നും ഇല്ല. വാ, കിടക്കാം, വാ, കേറാം അങ്ങോട്ട്. കല്യാണം കഴിഞ്ഞ സോ ടയേർഡ് ആയിരിക്കും. അപ്പൊ നാം ഒന്ന് നമുക്ക് രണ്ട്. സാധാരണ ചാനലിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ ലൈറ്റ് ഡിം ചെയ്ത് തരണം. അതാണ് അതിന്റെ ഒരു മര്യാദ. ഫാനിന് സ്പീഡ് ഒക്കെ ആണോ? ഫാൻ വേണ്ട. വേണ്ടേ? Yes. എനിക്ക് വേണം ഇങ്ങോട്ട്. അവള് ഹാപ്പിയാണ്. ഞാൻ ചോദിക്കട്ടെ? ഹാപ്പി അല്ലേടി? ഞാൻ ഭയങ്കര ഹാപ്പി. യഥാർത്ഥ നിന്റെ കല്യാണം 4 ദിവസം അല്ലായിരുന്നു? 5 ദിവസം ടോട്ടല്. 5 ദിവസം ഉണ്ടായിരുന്നു കല്യാണം. പക്ഷെ ഒറ്റ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അപ്പൊ അതുവരെ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഹൽദിയുടെ അന്ന് ഞാൻ തിരിച്ചു വീട്ടിൽ പോണം. സംഗീതന്റെ അന്ന് ഞാൻ തിരിച്ചു വീട്ടിൽ പോണം. എനിക്ക് ഇങ്ങനെ എഡിറ്റ് വരാൻ പറ്റുമോ? ആദ്യം ഇടയ്ക്ക് കൗണ്ടർ അടിക്കാൻ വന്നാക്കില്ല, നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതാണ്. ഐ നീഡ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ.